എല്ലാവർക്കും നമസ്കാരം. 2026 മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ചത്തപ്പച്ച. ചിത്രത്തിന്മേൽ പ്രേക്ഷകർ ഇത്രയും അധികം പ്രതീക്ഷ വെക്കാനുള്ള ഏക കാരണം മമ്മൂക്കയുടെ ക്യാമിയോ അപ്പിയറൻസ് തന്നെയാണ്. ചിത്രം നാളെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. 2 മണിക്കൂറും 14 മിനിറ്റുമുള്ള ഈ ഒരു സിനിമയുടെ ആദ്യ പ്രീമിയർ ഷോ കഴിയുമ്പോൾ ചിത്രത്തിന് മികച്ച റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലാലേട്ടന്റെ അനന്തരവനായ നവനീത് നായർ എന്ന പുതുമുഖ സംവിധായകന്റെ കീഴിൽ മട്ടാഞ്ചേരി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പാക്കേജ് സിനിമയാണ് ചത്തപ്പച്ച. ചിത്രത്തിന്റെ ഇന്നലത്തെ പ്രീമിയർ ഷോ കഴിയുമ്പോഴുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മോളിവുഡിന്റെ മറ്റൊരു വാഗ്ദാനമായ സംവിധായകനായിട്ട് അദ്വൈത് നായർ മാറിക്കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മികച്ച ക്യാമറ വർക്ക്, ആക്ഷൻ കോറിയോഗ്രാഫി, പ്രധാന അഭിനേതാക്കളുടെ മികച്ച പ്രകടനം, മികച്ച പശ്ചാത്തല സംഗീതം പിന്തുണയ്ക്കുന്ന റിങ്ങിലെ എല്ലാ പോരാട്ടങ്ങളും സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രംഗങ്ങൾ ആണ് തിയേറ്ററുകളിൽ സമ്മാനിക്കുന്നത്. വാൾട്ടർ എന്ന കഥാപാത്രമായി എത്തുന്ന മമ്മൂക്കയുടെ ബിൽഡപ്പ് എൻട്രി ഒരു പീക്ക് 1 ആയിരിക്കും. പരമാവധി ഈ ഒരു സിനിമ എല്ലാവരും ഹൗസ്ഫുൾ ഓഡിയൻസുമായി കാണാൻ ശ്രമിക്കുക. കാരണം പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിട്ട് ഇത് കാണാൻ സാധിക്കും. ചിത്രത്തിന്റെ അഡ്വാൻസ് കേരള ബുക്കിംഗ് അടക്കം തുടങ്ങിയപ്പോൾ തന്നെ മികച്ചൊരു പ്രേക്ഷക പിന്തുണ ചിത്രത്തിന് ലഭിച്ചിരുന്നു. ഇന്നലെ മാത്രം ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ബുക്ക് മൈ ഷോയിലൂടെ 24 മണിക്കൂറുകൾ കൊണ്ട് വിറ്റഴിച്ചത് 17,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇതോടെ തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് കേരള പ്രീസെയിൽ കളക്ഷൻ 80 ലക്ഷം രൂപ കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വരുന്ന മണിക്കൂറിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ നാളെ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.